കണ്ണാർക്കണ്ണ 90 വാല എനിക്കൊരു മാമ്പഴം തായോ എന്നും പറഞ്ഞ് മാങ്ങ വീഴുന്നതും കാത്ത് അണ്ണാൻ അബദ്ധത്തിലെങ്ങാനും കടിക്കുന്നതിൻ്റെ ഇടയിലോ ചാടുന്നതിൻ്റെ ഇടയിലോ ഞെട്ടറ്റ് താഴെ വീഴുന്ന ഒരു മാങ്ങയ്ക്ക് വേണ്ടി കാത്തു നിന്ന ഓർമ്മയുള്ളവരാണ് എൻ്റെ പ്രായമുള്ള പലരും. സ്വാഗതം അണ്ണന്മാരുടെ സുന്ദര ലോകത്തിലേക്ക്. അണ്ണന്മാരുടെ അഭിമാനമാണ് രോമം നിറഞ്ഞ വിതിർന്ന അലങ്കാരവാൽ. ചിൽ ചിൽ എന്ന് ഒച്ച വെക്കുമ്പോൾ ആ വാലും താളാത്മകമായിട്ട് കുലുക്കിക്കൊണ്ടിരിക്കും. പരസ്പര ആശയ കൈമാറ്റങ്ങൾക്ക് മാത്രമല്ല, അപായ സൂചനകൾ മറ്റുള്ള അണ്ണന്മാർക്ക് നൽകാൻ വേണ്ടിയിട്ടും ഇവരുടെ വാലിളക്കിയുള്ള ഡാൻസ് പ്രകടനം സഹായിക്കും. അപ്പോൾ ശരിക്കും വാലാണ് അണ്ണാനെ അണ്ണാനാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. രോമസമൃദ്ധമായിട്ടുള്ള വാലുള്ള അല്ലെങ്കിൽ തണൽ നൽകുന്ന വാലുള്ള എന്നൊക്കെ അർത്ഥം വരുന്ന പ്രാചീന ഗ്രീക്ക് ഭാഷയിലെ സ്ക്യൂറോസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് സ്ക്വിറൽ എന്ന് പറയുന്ന നമ്മുടെ ഇംഗ്ലീഷ് വാക്ക് വന്നത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഇവരുടെ പേരിലും ഒരു വാലുണ്ട്. പല സഹായങ്ങളാണ് അണ്ണാൻ ഈ വാല് കൊണ്ടുള്ളത്. ശരീരരോമങ്ങളിൽ കാണുന്ന ചെറിയ ചുരുളൻ അടിരോമങ്ങളായിട്ടുള്ള അണ്ടർകോട്ട് രോമങ്ങൾ വാലിലുണ്ടാവില്ല. എല്ലാം നീളമുള്ള മേൽരോമങ്ങൾ മാത്രമായിരിക്കും. ഈ രോമങ്ങളൊക്കെ എഴുന്നു പിടിച്ച് ഉള്ളതിലധികം വലിപ്പം ഈ വാലിന് തോന്നിപ്പിക്കാനും ഇവർക്ക് പറ്റും. കൂടാതെ ഈ വാലിൽ കൂടെ കൊണ്ട് നടക്കാവുന്ന ഒരു കമ്പിളി പുതപ്പ് പോലെ തണുപ്പിലൊക്കെ അണ്ണാനെ സഹായിക്കുന്നുണ്ട്. ചുരുണ്ടുകൂടി കിടന്നതിൻ്റെ ശേഷം ഈ വാല് കൊണ്ട് ശരീരം മൊത്തം മൂടാനും ഇവർക്കറിയാം. മഴയും വെയിലും ഒക്കെ തടയുന്ന ഒരു കുടയായിട്ടും ചിലപ്പോൾ ഈ വാല് സഹായിക്കും. വാലിലെ രക്തക്കുഴലുകളിലേക്ക് കൂടുതൽ രക്തമൊഴുക്കിയിട്ട് സ്വന്തം ശരീര താപം കുറക്കാൻ വേണ്ടിയിട്ട്, പുറത്തൊക്കെ നല്ല ചൂടുണ്ടെങ്കിൽ ഈ വാലിലൂടെ ചോര ഒഴുക്കി ചൂടാറ്റാൻ വേണ്ടിയിട്ടുള്ള കഴിവും അണ്ണന്മാർക്കുണ്ട്. വളരെ ഉയരമുള്ള മരച്ചില്ലകളിലൂടെ ഓടുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ബാലൻസ് തെറ്റി താഴെ വീഴാതെ ഇവരെ സഹായിക്കുന്നതും ഈ വാല് തന്നെയാണ്. രോമം നിറഞ്ഞ ഈ വാല് താഴോട്ടുള്ള ചാട്ടത്തിനിടയിൽ ഒരു പാരച്യൂട്ട് പോലെ പ്രവർത്തിച്ചിട്ട് അതിൻ്റെ വേഗത നിയന്ത്രിക്കാനും താഴെ മണ്ണിൽ വന്ന് വീഴുന്ന സമയത്തുള്ള ആഘാതം കുറക്കാനും ഒക്കെ അണ്ണന്മാരെ സഹായിക്കുന്നുണ്ട്. വലിയ നീന്തൽക്കാരൊന്നും അല്ലെങ്കിൽ കൂടിയും വെള്ളത്തിൽ വീടുപോയാലൊക്കെ അവരെ നീന്തി രക്ഷപ്പെടുത്താനും ഈ വാൽ ചിലപ്പോൾ സഹായിക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണന്മാർക്കൊക്കെ അവയുടെ തലയും ശരീരവും ചേർന്നുള്ള അത്ര തന്നെ നീളം അവയുടെ വാലിനും ഉണ്ടാവും. ജീവലോകത്തെ പരിചയപ്പെടുത്തുന്ന ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടാതെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഷെയർ ചെയ്തും സഹായിക്കണം. സ്ക്വിറൽ എന്ന് നമ്മൾ പൊതുവെ പറയുന്നത് സ്ക്വിറിഡെ എന്ന് പറയുന്ന ഒരു ഫാമിലി കുടുംബത്തിൽപ്പെട്ട കരണ്ട് തീനി ജീവികളെയാണ്. അത് റോഡൻറ്റുകളെ. നമ്മുടെ എലിയും പെരിച്ചാഴിയും ബീവറും മുള്ളമ്പന്നിയും ഒക്കെ റോഡൻറ്റുകളാണ്. അവരുടെയൊക്കെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ് നമ്മുടെ അണ്ണാനും. സ്ക്വിറലുകളെ പൊതുവെ 3 വിഭാഗമായിട്ടാണ് വിഭജിച്ചിരിക്കുന്നത്. ഒന്ന് മരങ്ങളുടെ ഒക്കെ മുകളിൽ കഴിയുന്ന ട്രീ സ്ക്വിറലുകൾ, അതുപോലെ തന്നെ നിലത്ത് ജീവിക്കുന്നവ, മണ്ണിലിറങ്ങിയിട്ട് ഭക്ഷണം തേടുകയൊക്കെ ചെയ്യുന്നവ ആയിട്ടുള്ള ഗ്രൗണ്ട് സ്ക്വിറലുകൾ, അതുകൂടാതെ പറക്കുന്ന അണ്ണന്മാർ എന്ന് പറയുന്ന ഫ്ലൈയിങ് സ്ക്വിറലുകളും. നമുക്ക് കാർട്ടൂണുകളിലൊക്കെ കണ്ട് വളരെ പരിചിതമായിട്ടുള്ള ചിപ്മങ്ക്സുകൾ ഈ ഗ്രൗണ്ട് സ്ക്വിറലുകളുടെ കൂട്ടത്തിലാണ് പെടുക. വലിയ രണ്ടൊക്കെ വായിൽ കുത്തി നടക്കുന്ന മനോഹരമായിട്ടുള്ള സീനുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. വളരെ ചെറിയതും 5 ഇഞ്ച് വരെ മാത്രമൊക്കെ വലിപ്പവും ഒരു 10-25 ഗ്രാം വരെ മാത്രം ഭാരവും ഒക്കെയുള്ള ആഫ്രിക്കൻ പിഗ്മി സ്ക്വിറൽ തൊട്ടിട്ട് 1.25 മീറ്റർ വരെ നീളവും നല്ല വലിപ്പവും ഒക്കെയുള്ള ഭൂട്ടാൻ ജൈൻറ്റ് ഫ്ലൈയിങ് സ്ക്വിറൽ വരെയുള്ള നിരവധി വലിപ്പത്തിലുള്ള സ്ക്വിറലുകൾ ലോകത്തെങ്ങുമായിട്ടുണ്ട്. നീള ശരീരവും രോമം നിറഞ്ഞ വാലും വലിയ കണ്ണുകളുമാണ് എല്ലാ സ്ക്വിറലുകൾക്കും പൊതുവായിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. രോമത്തിൻ്റെ നിറം സ്വഭാവമൊക്കെ സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് വ്യത്യാസമുണ്ടാവും. എന്നാൽ ഒരുവിധം എല്ലാ അണ്ണന്മാരുടെയും മുൻകാലിനേക്കാൾ നീളം കൂടുതലായിരിക്കും പിൻകാലിന്. അതുപോലെ സ്പീഷീസുകൾക്കനുസരിച്ചിട്ട് അതിന് 4-5 വിരലുകളാണ് പാദങ്ങളിൽ ഉണ്ടാകുക. തമ്പൊക്കെ വളരെ ചുരുങ്ങിയിട്ടാണ് ചിലപ്പോഴുണ്ടാകുക. കൂടാതെ ഇതിൻ്റെ പാദത്തിൽ ഒരു പാഡ് പോലെയുള്ള ഭാഗവും ഉണ്ടാവും. കൂടാതെ ഇവരുടെയൊക്കെ മുഖത്തെ മീശരോമങ്ങൾ എന്ന് നമ്മൾ തെറ്റായിട്ട് വിളിക്കുന്ന വിസ്കസ് അല്ലെങ്കിൽ വിബ്രിസെ എന്ന് പറയുന്ന ഒരു അവയവമാണത്. രോമങ്ങൾ എന്ന് നമുക്ക് തോന്നുന്നതാണ്. അത് വെറും രോമമല്ല, വളരെ ശക്തി കൂടിയ സ്പർശനികളാണ്. ഇവ കൊണ്ടാണ് പല കാര്യങ്ങളും ഇവർ തൊട്ടറിയുന്നത്. നിലവിൽ സ്ക്വിറിഡെ എന്ന് വിളിക്കുന്ന ഈ അണ്ണൻ കുടുംബത്തെ 5 ഉപകുടുംബങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 58ഓളം ജനുസുകളിലായിട്ട് 285 ഇനം അണ്ണന്മാർ ലോകത്തെങ്ങുമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഈ സാധാരണ അണ്ണന്മാരുടെയൊക്കെ പ്രത്യേകതയായിട്ട് നമുക്കറിയാവുന്നത് അവരുടെ ശരീരത്തിലുള്ള നീളൻ വരകളാണ്. ഈ ഡിസൈനാണ് അവരെ വ്യത്യസ്തരും സുന്ദരന്മാരുമായി മാറ്റുന്നത്. 3 വരെയുള്ളവരും 5 വരെയുള്ളവരുമായിട്ടുള്ള അണ്ണന്മാർ നമ്മുടെ ഇന്ത്യയിലുണ്ട്. രാമായണ കഥയിൽ സീതാന്വേഷണത്തിനായിട്ട് ലങ്കയിലേക്ക് സേതു പണിയുന്ന സമയം വലിയ വലിയ പാറകളും കല്ലുകളും ഒക്കെ ചുമന്നു കൊണ്ടുവന്ന് ടിപ്പർ ലോറിയിൽ തട്ടുന്നത് പോലെ വാനരപ്പട കടലിലേക്ക് ഇട്ട് നിറച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞണ്ണാനും അതിൽ പങ്കാളിയായി എന്നാണല്ലോ കഥ.
സമുദ്രത്തിൽ വീണ് നനഞ്ഞതിന് ശേഷം കരയിൽ വന്ന് മണലിൽ വീണുരുണ്ട് ദേഹം മുഴുവൻ അല്പം മണൽ പിടിപ്പിച്ചതിന് ശേഷം അതുമായിട്ട് ഈ സേതുവിൽ പോയിട്ട് കുടഞ്ഞവിടെ ഇടും എന്നാണ് കഥ. അണ്ണാൻ്റെ ഈ പണിയെ ഉദ്ദേശിച്ചുണ്ടായ ശൈലിയാണല്ലോ അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നത്. തന്നാലാകുന്ന ചെറിയ സഹായം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു പ്രയോഗമായിട്ട് അത് മാറി. ശ്രീരാമൻ ഇതൊക്കെ കണ്ട് അണ്ണാനെ സ്നേഹത്തോടെ കയ്യിലെടുത്ത് വിരലുകൊണ്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തടവി എന്നും തടവിയ സ്ഥലത്ത് നീളത്തിൽ വെളുത്ത വരകൾ ഉണ്ടായി. അങ്ങനെയാണ് ഇന്ത്യയിലെ അണ്ണാൻ്റെയൊക്കെ ദേഹത്ത് വെളുത്ത വരകൾ വന്നത് എന്നാണ് ഐതിഹ്യ കഥ. എന്നാൽ അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ചിക്മങ്കിൻ്റെ പുറത്തും ഇത്തരത്തിലുള്ള വെളുത്ത വരകളുണ്ട് എന്നുള്ള കാര്യം ഓർത്തോളൂ. അണ്ണൻ മൂത്താലും മരം കയറ്റം മറക്കുമോ, ആന വാവിളിക്കുന്നത് കണ്ടിട്ട് അണ്ണൻ വാവിളിച്ചിട്ട് കാര്യമില്ല, അണ്ണാൻ ആശിച്ചാൽ ആനയാകുമോ തുടങ്ങിയ പലതരം പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ നമ്മുടെ ഭാഷയിലുണ്ട്. എന്നാൽ ഇതിലൊക്കെ അണ്ണന്മാർ ഒരു നിസാരക്കാരാണ് എന്നുള്ള ഒരു ധ്വനിയുമുണ്ട്. അവരുടെ വലിപ്പത്തെയും അവരുടെ കായികക്ഷമതയെയും കുറിച്ചുള്ള ഒരു പുച്ഛം. സത്യത്തിൽ അണ്ണാറക്കണ്ണന്മാർ അത്ര നിസാരക്കാരല്ല, നല്ല തന്ത്രശാലികളാണ്. ഭക്ഷണ സ്ഥലത്തേക്കുള്ള എളുപ്പ വഴികൾ കണ്ടെത്താനും നാവിഗേറ്റ് ചെയ്യാനും ഒക്കെ അതിസമർത്ഥന്മാരാണ് ഇവർ. പഞ്ഞമാസങ്ങളിൽ പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് ഭക്ഷണം ശേഖരിച്ച് വെക്കുന്നതിൽ ഇവരോളം ശുഷ്കാന്തിയുള്ള വേറെ ജീവികളുണ്ടോ എന്ന് തന്നെ സംശയമാണ്. മൊബൈൽ ടവറുകൾ വ്യാപകമായതോടുകൂടി അവയിൽ നിന്നുള്ള റേഡിയേഷൻ മൂലമാണ് നമ്മുടെ നാട്ടിലെ അണ്ണന്മാരുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നത് എന്നൊക്കെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി കേശവമാമന്മാർ നന്നായിട്ട് ഒരു കാലത്ത് പ്രചരിപ്പിച്ചിരുന്നു. അതിൽ യാതൊരു വാസ്തവവുമില്ല. അണ്ണാറക്കണ്ണൻ, അണ്ണാക്കൊട്ടൻ, അണ്ണി തുടങ്ങിയ ഓമനത്തുമുള്ള പല പേരുകളും നമ്മൾ അണ്ണാന്മാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. എങ്കിലും ഈ കണ്ണൻ, കൊട്ടൻ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഈ അണ്ണാനെ ചേർത്ത് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കാഴ്ചയിലുള്ള ഇഷ്ടവും മെലിഞ്ഞു നീണ്ട ആ ശരീരവും ഈ വാലും ചിലക്കുമ്പോഴുള്ള ശബ്ദവും ഒക്കെ കൂടിയിട്ട് നമുക്ക് തോന്നിയ ഒരു ഓമനത്വം കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള പേരുകളൊക്കെ നമ്മൾ നൽകിയത്. പല നാട്ടിലുമുള്ള മുത്തശ്ശി കഥകളിലും കുട്ടിക്കഥകളിലും ഒക്കെ ഒരു അണ്ണാറക്കണ്ണൻ തീർച്ചയായിട്ടും ഉണ്ടാവും. ആളൊരു പാവവുമായിരിക്കും. സത്യത്തിൽ എലികളുടെയൊക്കെ മുഖസാദൃശ്യമുള്ളത് തന്നെയാണ് ഇവയുടെ മുഖം. എന്നാൽ നമുക്കൊരിക്കലും എലികളോട് ഇങ്ങനെ ഒരു പ്രത്യേക ഇഷ്ടമോ ഓമനത്വമോ തോന്നാറുമില്ല. കാട്ടുവരയണ്ണാൻ, ജംഗിൾ പാം സ്ക്വിറൽ എന്ന് കേൾക്കുമ്പോൾ ഇത് കാട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു തരം അണ്ണാനാവും എന്നാണ് നമ്മളൊക്കെ കരുതുക. വെസ്റ്റേൺ ഗാർഡ്സ് സ്ട്രൈപ്ഡ് സ്ക്വിറൽ എന്നാണ് അതിന് ഇംഗ്ലീഷിലുള്ള പേര്. പശ്ചിമഘട്ടത്തിലെ കാടുകളിലും അതിനോട് ചേർന്നിട്ടുള്ള പ്ലാന്റേഷനുകളിലും മാത്രമായിരിക്കും ഇവ ഉണ്ടാവുക എന്നായിരുന്നു പലരും കരുതിയിരുന്നത്. അങ്ങനെയായിരിക്കും അതിനെ ജംഗിൾ പാം സ്ക്വിറൽ എന്ന് പറയുന്ന പേരും കൊടുത്തത്. ഈ 3 വരെയുള്ള അണ്ണാന് കൊടുത്തിരിക്കുന്ന ശാസ്ത്രനാമം എന്ന് പറയുന്നത് ഫുനാംബുലസ് ട്രൈ സ്ട്രയാറ്റസ് എന്നാണ്. അതായത് ട്രൈ സ്ട്രയാറ്റസ് എന്ന് പറയുന്ന സ്പീഷീസ് നാമം സൂചിപ്പിക്കുന്നത് 3 വരകളുള്ള എന്ന് തന്നെയാണ്. പേര് കാട്ടണ്ണാൻ എന്നൊക്കെ ആണെങ്കിലും ഇതാണ് സത്യത്തിൽ നമ്മൾ കാണുന്ന നാട്ടണ്ണാൻ. എന്നാൽ പുസ്തകങ്ങളിലൊക്കെ ഇന്ത്യൻ പാം സ്ക്വിറൽ എന്ന് പറയുന്ന സാധാരണയായിട്ട് നാട്ടണ്ണാൻ എന്ന് പറയുന്നത് ഫുനാംബുലസ് പാൽമറം എന്ന് പറയുന്ന ഇനമാണ്. അതിനും 3 വരകളൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ മൂക്കിനോട് ചേർന്ന മുഖഭാഗത്തും വാലി ചേരുന്ന ഭാഗത്തും ഒക്കെ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്ന എന്നർത്ഥത്തിൽ പഠിപ്പിക്കുന്ന ഇന്ത്യൻ പാം സ്ക്വിറൽ യഥാർത്ഥത്തിൽ പാലക്കാട്ടെ വരണ്ട ചില പ്രദേശങ്ങളിലും മൂന്നാറിലും മാത്രമേ കാണുന്നുള്ളൂ. അല്ലാതെ കേരളത്തിൽ മുഴുവനായിട്ടും കാണുന്ന ഇനമേ അല്ലാതെ. അതായത് വളരെ സാധാരണമായിട്ട് നമ്മൾ നാട്ടിൽ കാണപ്പെടുന്ന ജംഗിൾ പാം സ്ക്വിറലിൻ്റെ മൂക്കിനോട് ചേർന്ന മുഖഭാഗത്തും വാലി ചേരുന്നിടത്തും ചെമ്പൻ രോമങ്ങളാണ് ഉണ്ടാകുക. എന്നാൽ ഇന്ത്യൻ പാം സ്ക്വിറലിന് അത്തരത്തിലുള്ള ചെമ്പൻ നിറമില്ല. ഇന്ത്യൻ പാം സ്ക്വിറൽ എന്ന് പറയുന്ന ഇനം അണ്ണന്മാർ ഇന്ത്യയിൽ വിന്ധ്യന് തെക്കും ശ്രീലങ്കയിലുമൊക്കെയാണ് സാധാരണയായിട്ട് കാണുന്നത്. മഡഗാസ്കറിലും മൗറീഷ്യസിലും ആസ്ട്രേലിയയിലും സീഷെൽസിലും ഒക്കെ പിന്നീട് അവ എത്തപ്പെട്ടിട്ടുണ്ട്. അവയൊക്കെ അവിടെ വലിയ ശല്യക്കാരായിട്ടും ഉപദ്രവകാരികളുമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിലും നമ്മുടെ പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറുള്ള കേരളത്തിൻ്റെ പ്രദേശങ്ങളിലേക്ക് ഈ ഇനം അണ്ണന്മാർ വളരെ കുറച്ചേ എത്തിയിട്ടുള്ളൂ. അവിടെയൊന്നും ഇവ വളരെ സാധാരണമല്ല. ഫുനാംബുലസ് പെന്നാൻറ്റി എന്ന് പറയുന്ന വേറൊരു ഇനം അണ്ണന്മാർ കൂടിയുണ്ട്. അവരുടെ ശരീരത്തിൽ 5 വരകളാണ് ഉണ്ടാകുക. 5 സ്ട്രൈപ്ഡ് പാം സ്ക്വിറൽ എന്നാണ് അതിൻ്റെ പേര്. വടക്കേ ഇന്ത്യയിലാണ് അവയെ സാധാരണമായിട്ട് കാണുന്നത്. ഡൽഹിയിലെയും കൽക്കത്തയിലെയും നഗരങ്ങളിൽ തന്നെയുള്ള പാർക്കുകളിലെ ബെഞ്ചുകളിലിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഈ 5 വരയൻ അണ്ണന്മാർ ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്നത് വളരെ കൗതുകത്തോടെ കാണാം. അവർക്ക് യാതൊരു പേടിയുമില്ല. എന്നാൽ നമ്മുടെ നാട്ടിലെ 3 വരയന്മാർ അത്ര മെരുക്കം കാണിക്കാറില്ല. എങ്കിലും ഇവയൊക്കെ എടുത്ത് വളർത്തുന്നവരൊക്കെ അപൂർവമായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ 3 വരെയുള്ള അണ്ണന്മാർ വടക്കേ ഇന്ത്യയിലേക്ക് അധികം എത്തിയിട്ടില്ല. ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി വരെയും മൈസൂരിൻ്റെ ചില ഭാഗങ്ങൾ വരെയൊക്കെയാണ് അവയെ കാണുന്നത്. ഇവരെ കൂടാതെ നീൽഗിരി പാം സ്ക്വിറൽ എന്ന് പറയുന്ന ഒരു കുന്നണ്ണാനും കൂടി നമ്മുടെ നാട്ടിലുണ്ട്. ഫുനാംബുലസ് സബ്ലിനിയാറ്റസ് എന്നാണ് അതിൻ്റെ ശാസ്ത്രനാമം.
വലിപ്പം കൂടിയ അണ്ണന്മാരായിട്ടുള്ള റാറ്റുഫ ഇൻഡിക്ക എന്ന ശാസ്ത്രനാമമുള്ള മലയണ്ണാൻ, മലബാർ ജൈന്റ് സ്ക്വിറൽ, ഇന്ത്യൻ ജൈന്റ് സ്ക്വിറൽ എന്നൊക്കെയാണ് അതിന് നമ്മൾ വിളിക്കുന്ന പേര്. അവർ നമ്മുടെ കാടുകളിലൊക്കെ ധാരാളമായിട്ടുണ്ട്. ഇതും കൂടാതെ ചാമ്പൻ അണ്ണാൻ എന്ന് വിളിക്കുന്ന ശ്രീലങ്കൻ ജൈന്റ് സ്ക്വിറൽ കൂടി നമ്മുടെ കാടുകളും അതിനോട് ചേർന്ന പ്രദേശങ്ങളിലും കാണാറുണ്ട്. ഇവരൊന്നും കൂടാതെ രണ്ടിനം പറക്കുന്ന അണ്ണന്മാർ കൂടി കേരളത്തിലുണ്ട്. പാറാൻ എന്ന് വിളിക്കുന്ന ഇന്ത്യൻ ജൈന്റ് ഫ്ലൈയിങ് സ്ക്വിറൽ, കുന്നൻ പാറാൻ എന്ന് വിളിക്കുന്ന ട്രാവങ്കൂർ ഫ്ലൈയിങ് സ്ക്വിറലും. മലയണ്ണാനെ പറ്റിയിട്ടും പറക്കുന്ന അണ്ണന്മാരെ പറ്റിയിട്ടുമുള്ള വിശദമായിട്ടുള്ള വീഡിയോകൾ നമുക്ക് നമ്മുടെ ചാനലിൽ വേറെ തന്നെ ചെയ്യാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട വരയൻ അണ്ണന്മാരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകാം. ഇവരുടെയൊക്കെ വയറുഭാഗം ക്രീം വെളുപ്പ് നിറമാണ് ഉണ്ടാകുക. വാല്യ രോമങ്ങൾ വെളുപ്പും കറുപ്പും ഇടകലർന്നതുമായിരിക്കും. ത്രികോണാകൃതിയിലുള്ള കുഞ്ഞു ചെവികളാണ് ഇവർക്കുണ്ടാകുക. ഇവരൊക്കെ റോഡൻറ്റുകളാണെന്നറിയാമല്ലോ, അതായത് കരണ്ട് തീനികൾ. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പല്ലുകൾ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും ഇത് എന്തെങ്കിലും കരണ്ട് തിന്ന് മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കണം, അഥവാ ഇതിൻ്റെ നീളം കുറച്ചുകൊണ്ടേയിരിക്കണം. വൈക്കോലോ പുല്ലോ അതുപോലെയുള്ള ചകരിനാരുകളോ ഒക്കെ കൊണ്ടാണ് ഇവ സാധാരണയായിട്ട് കൂടുകൾ ഉണ്ടാക്കുക. മരങ്ങളുടെ കവിളുകൾ അല്ലെങ്കിൽ നമ്മുടെ ഓടിൻ്റെ മൂലോടിൻ്റെ ഒക്കെ ഉള്ളിൽ അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ഇവർ കൂടുകൾ ഉണ്ടാക്കും. ഒരു പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുക. 9 മാസമൊക്കെ കൊണ്ട് കുഞ്ഞുങ്ങൾ പ്രായപൂർത്തിയാവും. നമ്മുടെ നാട്ടിലെ അണ്ണന്മാരുടെ ആയുസ് എത്രയായിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന തരത്തിലുള്ള പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ചിലരൊക്കെ ഇതിനെ കൂട്ടിലിട്ടൊക്കെ സംരക്ഷിച്ച് വളർത്താറുണ്ട്. അങ്ങനെയുള്ളത് 5 വർഷത്തിലേറെയൊക്കെ ജീവിച്ചതായിട്ടും കണ്ടിട്ടുണ്ട്. മരത്തിന് മുകളിലും നിലത്തുമൊക്കെ ആയിട്ടാണ് ഇവരുടെ ജീവിതം. പലതരം വിത്തുകൾ, പരിപ്പുകൾ, ധാന്യങ്ങൾ, പഴങ്ങളൊക്കെയാണ് ഇവരുടെ ഇഷ്ടഭക്ഷണം. ഒമ്നിവോറസ് ആണ്, മിശ്ര ബുക്കുകളാണ് ഇവർ. പ്രാണികളെയും അതുപോലെയുള്ള ചെറു ജീവികളെയും ഒക്കെ ഇവർ ഭക്ഷണമാക്കും. വിത്തുകളും ധാന്യങ്ങളും ഒക്കെ എത്ര ഉറപ്പുള്ള കവചത്തിൻ്റെ ഉള്ളിലുള്ളതായാൽ പോലും ഇവരുടെ മുന്നിലെ മൂർച്ചയുള്ള പല്ലുകൾ കൊണ്ട് അത് തൊലി കളയാനും മുറിക്കാനും പൊട്ടിക്കാനും ഒന്നും ഇവർക്കൊരു വിഷമവുമില്ല. അതുപോലെ ക്ഷാമകാലത്ത് കഴിക്കാനായിട്ട് ഭക്ഷണം സൂക്ഷിച്ചു വെക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. അത്തരത്തിലുള്ള ഭക്ഷണം മോഷ്ടിക്കാൻ വേറെ ഏതെങ്കിലും ജീവികൾ വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ചു വിടാൻ നോക്കും, ബഹളം വെക്കുകയൊക്കെ ചെയ്യും. അതേസമയം കൊക്കോ, പപ്പായ, ജാതിക്ക, റംബൂട്ടാൻ തുടങ്ങിയ പലതരത്തിലുള്ള വിളകളൊക്കെ ഇവർ നശിപ്പിക്കുകയും തിന്നു തീർക്കുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം അണ്ണന്മാർ ഒരു ശല്യക്കാർ തന്നെയാണ്. ഞങ്ങളും കൃഷിയിലേക്ക് എന്ന മുദ്രാവാക്യത്തോടെ കയ്യിലെ കുട്ടയിൽ പച്ചക്കറികളുമായിട്ട് തലയിൽ കെട്ടുമായിട്ട് മുണ്ടൊക്കെ ഉടുത്ത് കൈക്കോട്ടും പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ചിലു അണ്ണാനെ കേരള സംസ്ഥാന കൃഷി വകുപ്പ് അവരുടെ ഭാഗ്യചിഹ്നമായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതിനെതിരെ ഒരു വിഭാഗം കർഷകർ വലിയ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. കാരണം പലതരം വിളവുകൾ തിന്നും എടുത്തുകൊണ്ടുപോയും കൃഷിക്കാർക്ക് ശല്യവും നഷ്ടവും ഉണ്ടാക്കുന്ന അണ്ണാൻ എങ്ങനെയാണ് ഭാഗ്യചിഹ്നമാകുക എന്നാണ് അവർ ചോദിക്കുന്നത്. കുട്ടിക്കഥകളിലെയൊക്കെ ഓമനയായതിനാൽ വിദ്യാർത്ഥികൾ കൃഷിയിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അണ്ണാനെ പിടിച്ച് കൃഷിക്കാരനാക്കിയത് എന്നാണ് കൃഷി വകുപ്പിൻ്റെ ന്യായം. ഒരുവിധം ഇരപിടിയന്മാർക്കൊന്നും ഇവരെ അത്ര വേഗം പിടിക്കാൻ പറ്റില്ല. അത്രയധികം വിജിലൻ്റാണ് ഇവർ എപ്പോഴും. അവരുടെ കണ്ണുകൾ എല്ലാ ഭാഗവും നോക്കിക്കൊണ്ടായിരിക്കും എപ്പോഴും ഉണ്ടാകുക. വളരെ ഊർജ്ജസ്വലമായിട്ടും എല്ലാ ഭാഗവും നിരീക്ഷിച്ചും കൊണ്ടൊക്കെയാണ് ഇവർ ഭക്ഷണം കഴിക്കുന്നത് പോലും. ഇവരുടെ പിൻകാലിനൊക്കെ നല്ല മസിലുണ്ട്. അതാണ് ഇവരുടെ ചാട്ടത്തിനൊക്കെ സഹായിക്കുന്നത്. ഇവരുടെ ഉളിപ്പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കും. സദാസമയവും പലതും കരണ്ടും തിന്നും ഒക്കെ ഈ മുന കൂർപ്പിച്ച് വെച്ചുകൊണ്ടേയിരിക്കണം. ഈ ഉളിപ്പല്ലുകൾക്ക് എപ്പോഴും ഈ വജ്രമുന ഉണ്ടെങ്കിൽ മാത്രമല്ലേ ഉറപ്പുള്ള പല ധാന്യങ്ങളും കടിച്ചു മുറിക്കാൻ ഇവർക്ക് പറ്റുകയുള്ളൂ. കൂടാതെ ഇവ ഉരച്ച് നീളം കുറച്ചില്ലെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും കഴിക്കാൻ പറ്റാതാവുകയും ചെയ്യും. ഇവരുടെ കണ്ണുകളുടെ സ്ഥാനവും വളരെ പ്രധാനമുള്ളതാണ്. തലയുടെ കൃത്യമായിട്ടുള്ള അരികുകളിലാണ് ഇവയുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ തല തിരിക്കാതെ തന്നെ മുന്നിലെയും പുറകിലെയും മുകളിലെയും ഒക്കെ കാഴ്ചകൾ ഇവർക്ക് കാണാൻ പറ്റും. അതിനാൽ തന്നെ അണ്ണാൻ്റെ കണ്ണിൽപ്പെടാതെ ആർക്കും അതിൻ്റെ അടുത്തെത്തുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അണ്ണാനെ പിടിക്കലും അത്ര എളുപ്പമല്ല. നേരെ മുകളിലേക്ക് 1 മീറ്ററോളവും മുന്നിലേക്ക് 3 മീറ്ററോളവും ഒക്കെ ചാടാൻ ഇവർക്കൊരു പ്രയാസവുമില്ല. മറ്റ് സസ്തനികൾക്കൊന്നുമില്ലാത്ത ഒരു കഴിവ് അണ്ണന്മാർക്കുണ്ട്. മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കെ പിൻകണങ്ങാൽ അമർത്തിപ്പിടിച്ച് 180 ഡിഗ്രിയിൽ ഒരൊറ്റ തിരിയിൽ തിരിയാൻ വേണ്ടി ഇവർക്ക് പറ്റും. അതായത് തിരിച്ച് താഴോട്ട് മുഖമായിട്ട് അവർക്ക് ഇറങ്ങാൻ പറ്റും. അതുകൊണ്ട് തന്നെ മരത്തിലേക്കുള്ള കയറ്റവും ഇറക്കവും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗതയിലേ അല്ല, വെട്ടിത്തിരിഞ്ഞൊക്കെ താഴോട്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റും. കയറിക്കൊണ്ടിരിക്കുന്ന അതേ വേഗതയിൽ തന്നെ ഇവർക്ക് മുഖം തിരിച്ച് താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നത് പിൻകാലിലെ നഖങ്ങൾ വിപരീത ദിശയിലായിരിക്കും മുറുക്കി പിടിച്ചിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ കൂടുതൽ പിടുത്തം കിട്ടുകയും ചെയ്യും. അതായത് ഊർന്ന് താഴോട്ട് വീഴില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന അണ്ണന്മാരിലെ ആൺ പെൺ അനുപാതം ഒരേപോലെയല്ല. ആൺ അണ്ണന്മാരാണ് കൂടുതലായിട്ടുള്ളത്. 6 മുതൽ 11 മാസമൊക്കെ പ്രായമായി കഴിഞ്ഞാൽ ഇവർ ഇണചേരാൻ ആരംഭിക്കും. സാധാരണയായിട്ട് ഡിസംബർ മുതൽ മെയ് വരെയുള്ള കാലത്ത് പ്രസവിക്കുന്ന വിധത്തിലായിരിക്കും ഇവരുടെ ഇണചേരലുണ്ടാകുക. അതായത് മഴക്കാലത്ത് കുഞ്ഞുങ്ങൾ പറക്കുന്നത് അവർ ഒഴിവാക്കാൻ ശ്രമിക്കും. ഇണചേരൽ കാലത്ത് പെണ്ണണ്ണന്മാർ പുറപ്പെടുവിക്കുന്ന ഫിറമോൺ ഗന്ധങ്ങൾ വളരെ ദൂരെ നിന്ന് പോലും ആണണ്ണന്മാർക്ക് തിരിച്ചറിയാനും അവിടെ എത്താനും പറ്റും. ചിലപ്പോൾ ഒന്നിലധികം ആണണ്ണന്മാർ ഒരു പെൺ അണ്ണാനിന് വേണ്ടിയിട്ടുള്ള മത്സരമൊക്കെ നടക്കാറുണ്ട്. ചില ബഹളവും ഒക്കെ അതിൻ്റെ തുടർന്നുണ്ടാവുകയും ചെയ്യും.
ഇണയോടൊപ്പം ചേസിങ് ഓട്ടങ്ങളൊക്കെ നടത്തും. കൂടാതെ പെൺ അണ്ണാൻ്റെ ജനനേന്ദ്രിയങ്ങളിലും മുഖഭാഗത്തും ഒക്കെ മണപ്പിച്ചും സ്പർശിച്ചും ഒക്കെ ഇവരുടെ പ്രണയ അഭ്യർത്ഥനകൾ കൈമാറുകയും ചെയ്യും. അതേപോലെ പെണ്ണണ്ണാനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ആണണ്ണന്മാർ ചിൽ എന്നുറക്കെ മീറ്റിംഗ് കോളുകൾ ഉണ്ടാക്കുകയും ചെയ്യും. 40-45 ദിവസമാണ് ഇവരുടെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ 2-3 കുഞ്ഞുങ്ങളാണ് ഉണ്ടാകുക. വളർച്ച പൂർത്തിയാകാതെ കുഞ്ഞുങ്ങളെയാണ് ഇവ പ്രസവിക്കുക. പല്ല് മുളക്കാതെ, കണ്ണ് കീറാതെ, രോമം കുത്താതെ നിസ്സഹായരായിട്ടുള്ള കുഞ്ഞുങ്ങളായിരിക്കും പിറക്കുക. ആകെ ആ മുഖത്ത് മീശരോമങ്ങൾ മാത്രം, വിസ്കസ് മാത്രം ഉണ്ടാവും. ഇണയെയും കുഞ്ഞുങ്ങളെയും ഒന്നും ആണണ്ണാൻ തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. കുഞ്ഞിനെ വളർത്തലും രക്ഷിക്കലും ഒക്കെ അമ്മയുടെ കർത്തവ്യമാണ്. 2 മാസത്തോളം അമ്മ കുഞ്ഞിനെ മുലയൂട്ടും. അതിശൈത്യമൊക്കെ ഉള്ളപ്പോഴും പഞ്ഞമാസങ്ങളിലൊക്കെ ഭക്ഷണം കിട്ടാതിരിക്കുന്നാൽ ആ കാലം അതിജീവിക്കാൻ വേണ്ടിയിട്ട് പല ജീവികളും ചെയ്യുന്നത് ഹൈബർനേഷനാണ്. അത് ശിശിര നിദ്ര എന്നൊക്കെ നമ്മൾ പറയും. ആ കാലത്ത് ശരീരത്തിൻ്റെ ഉപാപചയ നിരക്കുകളൊക്കെ കുറച്ച് ഒരുതരം ദീർഘനിദ്രയിലേക്ക് പോവുകയാണ് പല ജീവികളും ചെയ്യുക. പക്ഷേ അണ്ണാന്മാർ ആ കൂട്ടത്തിൽപ്പെട്ടവരല്ല. അവർ ആ കാലത്തേക്ക് വേണ്ട ഭക്ഷണം മുൻകൂറായിട്ട് ശേഖരിച്ച് വെച്ചിരിക്കും. അത് റേഷൻ പോലെ കുറേശ്ശെയായിട്ട് ഉപയോഗിച്ചിട്ട് ആ പഞ്ഞമാസം അതിജീവിക്കാൻ അവർക്കറിയാം. പക്ഷെ പലപ്പോഴും ഇത്തരത്തിൽ ശേഖരിച്ച് വെച്ചിരിക്കുന്ന ഇടങ്ങൾ ഇവർ മറന്നു പോകാറുണ്ട്. ചിലപ്പോൾ മരങ്ങളുടെ പൊത്തുകൾ, മാളങ്ങൾ, മരക്കവിളുകൾ, ചിലപ്പോൾ മണ്ണിനടിയിൽ ഒക്കെ ഇവർ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാറുണ്ട്. അങ്ങനെ മറന്നുപോയ സ്ഥലങ്ങളിൽ പലപ്പോഴും ഇത്തരത്തിലുള്ള വിത്തുകൾ മുളച്ച് പുതിയ ചെടിയൊക്കെ ആയിട്ട് മാറാറുണ്ട്. അബദ്ധത്തിലാണെങ്കിലും വലിയ തോതിലുള്ള ഒരു വിത്ത് വിതരണക്കാർ കൂടിയാണ് നമ്മുടെ അണ്ണന്മാർ. മനുഷ്യരുമായിട്ടുള്ള ദീർഘകാലത്തെ സഹവാസം പ്രാവുകളുടേതുപോലെ തന്നെ ഇവരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ജീവിത രീതിയിലും ഒക്കെ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒട്ടും ഭയവും നാണവും ഇല്ലാതെ ഈ 5 വരയൻ അണ്ണന്മാരൊക്കെ ആളുകളുടെ മുമ്പിലൂടെ ഒക്കെ ഇങ്ങനെ ചലിച്ച് സഞ്ചരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് മറ്റ് കാട്ടു സസ്തനികളുമായിട്ട് അപേക്ഷിച്ച് ഇവർ വളരെ പരിഷ്കാരികളാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വിജയകുമാർ ബ്ലാത്തൂർ. വളരെ ചെറിയ ജീവികൾ തൊട്ടിട്ട് വളരെ വലിയ സസ്തനികൾ വരെയുള്ള നമ്മുടെ ജീവലോകത്തെ മറ്റൊരു ജീവിയെ പരിചയപ്പെടുത്തുന്ന പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ വരാം. അതുവരേക്കും വണക്കം.